നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എരുമേലിയിൽ കേരളത്തിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം 3.5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകും. ശബരി വിമാനത്താവളം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാനുള്ള അന്തിമ വിജ്ഞാപനം 2 മാസത്തിനുള്ളിൽ സർക്കാർ പ്രഖ്യാപിക്കും. കോട്ടയം ജില്ലയിൽ എരുമേലി, മണിമല പഞ്ചായത്തുകളായി 3 കിലോമീറ്റർ റൺവേയോടെയാണ് 2000 കോടി രൂപ മുടക്കിൽ ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വരിക. നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ 40% യാത്രക്കാരും, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ 20% യാത്രക്കാരും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇത്രയും യാത്രക്കാർക്ക് ഇനി മുതൽ എരുമേലിയിൽ നിന്ന് ആകാശയാത്ര ചെയ്യാമെന്ന് മാത്രമല്ല, ഏറെ സമയ ലാഭവും ലഭിക്കും. പ്രതിവർഷം 3 കോടി തീർത്ഥാടകരെത്തുന്ന എരുമേലിയിലും പമ്പയിലും തീർത്ഥാടകർക്ക് ആശങ്കയില്ലാതെ എരുമേലി വരെ വിമാനത്തിൽ എത്താനുള്ള സാധ്യതയുമാണ് തെളിയുന്നത്. സുരക്ഷിതമായ കാലാവസ്ഥയും അനുകൂല പശ്ചാത്തലങ്ങളും ഒത്തിണങ്ങിയ സാഹചര്യത്തിൽ എരുമേലി എയർപോർട്ട് LDF സർക്കാർ ഏറ്റവും പ്രധാന വികസന നേട്ടമായി മുന്നോട്ട് വയ്ക്കുമെന്ന് തീർച്ചയാണ്. പ്രസിദ്ധമായ പേട്ടതുള്ളൽ നടക്കുന്ന എരുമേലിയിലേക്ക് നിശ്ചിത വിമാനത്താവളത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത്. ആലപ്പുഴ, പീരുമേട്, വാഗമൺ, തേക്കടി, കുട്ടനാട്, കുമരകം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് വൻ സാധ്യതയാണുള്ളത്. വിദേശികളും സ്വദേശികളുമായ 1 കോടിയോളം ടൂറിസ്റ്റുകൾ ഈ കേന്ദ്രങ്ങളിൽ ഓരോ വർഷവും എത്തുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ എരുമേലി, മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട ചെറുവള്ളി എസ്റ്റേറ്റിലെ 2500 ഏക്കർ ഭൂമിയാണ് വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിൽ രാജ്യാന്തര വിമാനത്താവളത്തിന് ആവശ്യമായ 3000 മീറ്റർ റൺവേ നിർമ്മിക്കാമെന്നും വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. നേരത്തെ ചെറുവള്ളി എസ്റ്റേറ്റിൽ 2.25 കിലോമീറ്റർ നീളത്തിൽ സ്ഥലം റൺവേക്കായി കണ്ടെത്തിയിരുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്ക് 3 കിലോമീറ്റർ നീളം വേണം. എന്നാൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ ആവശ്യത്തിന് സ്ഥലമുള്ളതിനാൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടുതലും റബ്ബർ തോട്ടമായതിനാൽ പാരിസ്ഥിതിക പഠനം പ്രശ്നമാകില്ല. മലയോ വനമോ വെട്ടി ഒതുക്കേണ്ട സാഹചര്യമില്ല. വിമാനത്താവളത്തിന്റെ റൺവേക്ക് അനുയോജ്യമായ 3 കിലോമീറ്റർ ദൈർഘ്യത്തിൽ റൺവേ ലഭിക്കാൻ സാധിക്കുന്ന 6 ഇടങ്ങൾ ചെറുവള്ളി ബിലീവേഴ്സ് ചർച്ച് എസ്റ്റേറ്റിൽ കണ്ടെത്തിയിരുന്നു. പ്രളയം, മണ്ണിടിച്ചിൽ, കാറ്റ് എന്നിവയിൽ നിന്നും എയർപോർട്ട് പൂർണ്ണ സുരക്ഷിതമാണെന്നും സാങ്കേതിക പരിശോധനയിൽ വ്യക്തമായതോടെ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ഉടൻ ലഭ്യമാകും. കരിക്കാട്ടൂർ മുതൽ ചാരുവേലി, മുക്കട വരെ 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൺവേ ആയിരിക്കും ഏറ്റവും ഉചിതവും സുരക്ഷിതവുമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചേനപ്പാടി മുതൽ മുക്കട വരെ നീളുന്ന മറ്റൊരു റൺവേയും മുക്കട മുതൽ കനകപ്പാലം വരെ നീളുന്ന 3ാം റൺവേയും പരിഗണനയിലുണ്ട്. നിലവിൽ കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രമാണ് 2.7 കിലോമീറ്റർ നീളമുള്ള റൺവേ ഉള്ളത്. കരിപ്പൂരിൽ 2 വർഷം മുൻപുണ്ടായ വൻ അപകടത്തെ തുടർന്ന് റൺവേയുടെ നീളം പോരെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഇക്കാലത്തിൽ 3 കിലോമീറ്റർ നീളമുള്ള റൺവേ എരുമേലിയിൽ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. വിമാനം ഇറങ്ങുമ്പോഴും പറന്നുയരുമ്പോഴും കാഴ്ചയ്ക്കും മറ്റും തടസ്സമുണ്ടാക്കുന്ന മലകൾ, കെട്ടിടങ്ങൾ, വൈദ്യുതി, ടവർ ലൈനുകൾ എന്നിവയുണ്ടോ എന്ന് ഒബ്സ്റ്റിക്കൽ ലിമിറ്റേഷൻ സർഫസ് സർവേയിൽ പരിശോധിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരിമിതിയും നിർദ്ദിഷ്ട മേഖലയിലില്ല. KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത സ്ഥാപിച്ച ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിൽ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശമുള്ള ചെറുവള്ളി തോട്ടമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. മണിമലയാറുമായി 1/2 കിലോമീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ അകലമുള്ളൂ. സമീപകാല വൻ പ്രളയങ്ങളും ഒരിക്കലും ചെറുവള്ളി എസ്റ്റേറ്റിലോ നിർദ്ദിഷ്ട റൺവേ പ്രദേശത്തോ വെള്ളം 40 മീറ്ററോളം നദീനിരപ്പിൽ നിന്ന് ഉയരത്തിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4 സംസ്ഥാന പാതകളുടെയും 9 പഞ്ചായത്ത് റോഡുകളുടെയും സാമീപ്യവും വിമാനത്താവളത്തിന് ഏറെ അനുയോജ്യമായിരിക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങൾക്ക് പിന്നാലെയാണ് കോട്ടയം ജില്ലയിൽ ശബരിമല തീർത്ഥാടകരെയും പ്രവാസികളെയും ലക്ഷ്യമാക്കി പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 30 ലക്ഷം പ്രവാസികൾക്കും ശബരിമലയിൽ എത്തുന്ന 1.5 കോടിയോളം തീർത്ഥാടകർക്കും ശബരി വിമാനത്താവളം നേട്ടമാകും. നെടുമ്പാശ്ശേരി, മധുര, തിരുവനന്തപുരം എന്നിവയാണ് സമീപത്തെ മറ്റു വിമാനത്താവളങ്ങൾ.